തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഉപകരണക്ഷാമം രൂക്ഷം. ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങളിൽ പ്രതിസന്ധിയുണ്ട് എന്ന് കാണിച്ച് കാർഡിയോളജി മേധാവി സൂപ്രണ്ടിന് കത്ത് നൽകി. കെ സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ, ഇന്നും മന്ത്രി സഭയിൽ ആരോഗ്യമേഖലയിലെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ എണ്ണി പറയുന്നത് കണ്ടതാണ്. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറി നടത്താൻ കഴിയാത്ത സാഹചര്യമാണോ? മെഡിക്കൽ കോളേജിൽ രോഗികൾ സ്വന്തം ചെലവിൽ ചികിത്സാോപകരണങ്ങൾ വാങ്ങി നൽകേണ്ട ദുരവസ്ഥയാണെന്ന ഡോക്ടർ ഹാരിസിന്റെ തുറന്ന പറച്ചിൽ നിയമസഭയിൽ ശരിവെക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. കാര്യം ഈ വിഷയം വലിയ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത് എന്ന് മന്ത്രി പറഞ്ഞിരുന്നു. തുടർന്നാണ് ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള കണക്കുകൾ മന്ത്രി നിരത്തിയത്. വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കത്ത് പുറത്തുവരുന്നത്. കാർഡിയോളജി മേധാവിയുടെ കത്ത് ആണ് വരുന്നത്. അതിൽ പറയുന്നത് ഇത്തരത്തിൽ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ട് എന്നുള്ളതാണ്. ഈ പല കരാർ വ്യവസ്ഥകളിലും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതാണ് ഈ ഒരു പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, പലപ്പോഴും ഈ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് മുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി വളരെയധികം വലുതാണ്. പെട്ടെന്ന് തന്നെ നടത്തേണ്ട കാര്യങ്ങളാണ് ഈ ഹൃദയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഉപകരണത്തിന്റെ ക്ഷാമം വലിയ തോതിൽ രോഗികളെ വലയ്ക്കും എന്ന കാര്യവും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്ത് അടിയന്തര നടപടി ആരോഗ്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ശരിയാണ്.